ചൊവ്വാദോഷം എന്ന് കേട്ടിട്ടുണ്ടോ താങ്കൾ? ചൊവ്വാദോഷമാണ് ഭയങ്കര ദോഷം. ചൊവ്വാദോഷമുള്ള പെൺകുട്ടിയെ അല്ലെങ്കിൽ ചെറുക്കിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തീർന്നു. ചൊവ്വ ഇങ്ങനെ നോക്കും, അവൻ ആര് കെട്ടുന്നു നോക്കിയിരിക്കുകയാണ് ചൊവ്വ. ഞാൻ തീർക്കോടാന്നങ്ങ് പറയും. ഈ ചൊവ്വ കേരളത്തിൽ മാത്രമേ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെ നോക്കത്തുള്ളൂ, ബാക്കി അത് ചൊവ്വക്ക് കേരളമാണ് ഇഷ്ടം. വേറെ ആൾക്കാർ നോക്കാത്തോണ്ട് അവർക്ക് സമാധാനമുണ്ട്. ഇവര് പറയുന്നത് അവരെയും ചൊവ്വാദോഷം ബാധിക്കുന്നുണ്ട്, അവര് നോക്കുന്നില്ല. അവർ നോക്കിയിരുന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാറുന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചാൽ എല്ലാം രക്ഷപ്പെടേണ്ടത്. 50 വയസ്സായിട്ട് ഒരാള് അസുഖമൊക്കെ ഒന്ന് മരിക്കാതെ പറയാ ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. ചൊവ്വ ബുധന്റെ മൂർധന്യാവസ്ഥയിൽ കയറി ഇങ്ങനെ നിന്നു. വ്യാഴം വന്നു, അവന്റെ അവിടെ കയറിയപ്പോഴത്തേക്കാണ് ഈ മരണം നടന്നത്. എന്ത് പറയാ, വ്യാഴം വെള്ളിയൊക്കെ വെള്ളിയില്ലല്ലേ? വെള്ളിയില്ല. എന്തിന് വെള്ളി ദോഷം എന്ന് പറഞ്ഞ് വേറെ നന്നായി, വെള്ളിക്കത് നന്നായി. അല്ലെങ്കിൽ വെള്ളിയും കൂടെ എടുത്ത് എവിടെയെങ്കിലും ഇടിച്ചു കയറ്റിയാണ്. വെള്ളി വന്ന് നിന്റെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞത്. എന്തായാലും ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വിശ്വസിച്ച് കുളമാക്കുന്നതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ളവരെ കൂടെ ഇട്ട് ബുദ്ധിമുട്ടി. തീർച്ചയായും ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ അവരെ വിശ്വാസമല്ലേ അങ്ങനെ ഇരിക്കട്ടെ. ഇത് ബാക്കിയുള്ളവരെ കൂടെ ഇട്ട് കഷ്ടപ്പെട്ടു.